ബിമാജിക്കിന്റെ മോർണിംഗ് 2173 ദിനമായ ഇന്നത്തെ മോർണിംഗ് സെഷനിലേക്ക് ബിമാജിക്കിന്റെ എല്ലാ പ്രിയപ്പെട്ട മെമ്പേഴ്സിനെയും സ്വാഗതം ചെയ്യുന്നു. ജെൻ ആൽഫ പേരൻസ് എന്ന വിഷയത്തെ അടിസ്ഥാനമാക്കി ഇന്നത്തെ സെഷൻ ലീഡ് ചെയ്യുന്നത് ഹസ്ന എം പി ആണ്. സോ ഹസ്ന മാമിനെ ഈ സെഷനിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. വെൽക്കം മാം. മാജിക് മോർണിംഗ്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലെ? മാജിക് മോർണിംഗ്. മാജിക് മോർണിംഗ് മാഡം. നമ്മളിത് മൂന്നാമത്തെ തവണയാണ് കണ്ടുമുട്ടുന്നത്. ചിരിയിൽ തുടങ്ങി വന്നതാണ് ഞാൻ. ഓർമ്മ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നീട് നമ്മൾ കഴിഞ്ഞ മാസം ഒന്ന് മീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. വീണ്ടും ഒരു അവസരം കൂടെ കിട്ടി. ഒരുപാട് നന്ദിയുണ്ട്. അപ്പോ നല്ല ഫ്രഷ് മൈൻഡോട് കൂടിയിട്ടാണ് എല്ലാവരും കേൾക്കാനിരിക്കുന്നത് എന്നുള്ള ഉത്തമ ബോധ്യമുണ്ട്. ആ ഒരു ഫ്രഷ് മൈൻഡ് തന്നെയാണ് ഞാനും സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. നിങ്ങളുടെ ആ ഫസ്റ്റ് സെഷൻ ഞാൻ നന്നായിട്ട് ആസ്വദിച്ച് ഇങ്ങനെ കേട്ടിരിക്കുകയായിരുന്നു. അപ്പോ ഏതായാലും എന്തൊക്കെയുണ്ട്, സുഖമല്ലേ? നമ്മൾ അധികം സമയം എടുക്കുന്നില്ല. നമുക്ക് ഏതായാലും പെട്ടെന്ന് നമ്മുടെ ടോപ്പിക് വളരെ ചുരുങ്ങിയ സമയം മാത്രം ആയതുകൊണ്ട് തന്നെ ഒരുപാട് സുഖകരങ്ങൾക്കൊന്നുമുള്ള സ്കോപ്പ് ഇല്ല എന്നറിയാം. അപ്പൊ ഈ അടുത്തേ ഇങ്ങനെ ഒരു ടോപ്പിക്കിലേക്ക് ഞാൻ എത്താനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത്, ഒരു 2-3 ദിവസം മുമ്പ്, 2-3 ദിവസമാണോ ഒരാഴ്ച, ഏകദേശം ആ ഒരു സമയത്തിനുള്ളിലായിട്ടാണ് ഒരു വാർത്ത. നമ്മളിപ്പോ ഈ മൊബൈൽ ഫോണുകളൊക്കെ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് നമുക്കിന്ന് കൈകാര്യം ചെയ്യാനുള്ള വിഷയവും ഏറെക്കുറെ അത് തന്നെയാണ്. സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ഒരു വാർത്ത ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതായത് 10 വയസ്സുകാരനായ ഒരു കുട്ടി ഒരു കെട്ടിടത്തിന് മുകളിൽ കയറി നിന്നിട്ട് ആത്മഹത്യാ ഭീഷണി മുഴക്കുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കാൻ കുട്ടിയുടെ പ്രായം എന്താണെന്നുള്ളത്. ഇനി അതിനേക്കാളും രസകരം എന്ന് പറയാൻ പറ്റില്ല, തല്ലുപൊളിത്തരം എന്ന് വേണമെങ്കിൽ പറയണം, കുട്ടിയുടെ റീസൺ എന്താണെന്നുള്ളതാണ്. അതായത് മൊബൈൽ ഫോൺ കൊടുക്കാത്തതിന്റെ പ്രശ്നം കൊണ്ട് അതിൽ സ്ട്രെസ് അടിച്ചിട്ട് ആൾ ആത്മഹത്യ ചെയ്യാൻ വേണ്ടിയിട്ട് ബിൽഡിങ്ങിന്റെ മേലെ കയറിയതാണ്. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കണം നമ്മളുടെ കാലഘട്ടം എത്രത്തോളം വേഴ്സായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നിട്ട് പാരന്റ്സിനോ നാട്ടുകാർക്കോ സുഹൃത്തുക്കൾക്കോ ഒന്നും ആ കുട്ടിയെ എന്താ പറയാ സമാധാനിപ്പിക്കാൻ പറ്റാത്തത് കൊണ്ട് അവസാനം പോലീസ് ഓഫീസേഴ്സ് വന്നിട്ടാണ് അവനെ അന്വയിപ്പിച്ച് താഴേക്ക് ഇറക്കിയത് എന്നുള്ളതാണ്. കാലഘട്ടത്തിന്റെ പോക്ക് എന്താണ്, എന്ത് റീസണിന് വേണ്ടിയിട്ടാണ് ആ കുട്ടി കയറിയത്, അതും ചെയ്യുന്ന എഫക്ട് എന്താണെന്നൊക്കെ ഉള്ളതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. ആ ഒരു കുറച്ച് സമയം, അരമണിക്കൂർ, കൈ കിട്ടിയ 2 അടി കൊടുക്കാമെന്ന് വിചാരിച്ചാൽ പോലും ആ ഒരു 1/4 മണിക്കൂർ അവിടെയുള്ള ആ എൻ്റയർ സിറ്റുവേഷൻ എന്തായിരിക്കും എന്ന് നമുക്ക് ഊഹിക്കാൻ പറ്റും. ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ കാല് എത്തിയാൽ കഴിഞ്ഞു കാര്യം. അപ്പൊ അങ്ങനെയുള്ള ഒരു കോണ്ടെക്സ്റ്റിൽ നിന്നുകൊണ്ടാണ്, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരുപാട് സിറ്റുവേഷൻസ് നമ്മൾ കണ്ടും കേട്ടും ഇന്ന് സ്ഥിരപരിചിതമായിക്കൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനിലാണ്. ഇതിപ്പോ നമുക്കൊരു പുതിയ സബ്ജക്റ്റ് ഒന്നും അല്ല. നിങ്ങൾക്ക് ഒരുപാട് കേട്ടും കണ്ടും ഒരുപാട് അവഗാഹമുള്ള ഒരു ടോപ്പിക് തന്നെയാണ്. എന്നാലും അത് ഒന്നും കൂടെ പറയാം, എന്നെ ഉൾപ്പെടെ ഒന്നുകൂടെ ഇതിനെക്കുറിച്ച് ബോധവൽക്കരിക്കാം എന്ന് തോന്നിയതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ടോപ്പിക്കുമായിട്ട് വരുന്നത്. അപ്പൊ നമ്മുടെ ടോപ്പിക് തന്നെ ജനാൽഫ പാരന്റിങ് എന്നുള്ളതാണ്. ഇപ്പൊ നമ്മളൊക്കെ ജനാൽഫ പാരന്റ്സ് ആയിരിക്കും ബഹുഭൂരിപക്ഷവും അല്ലെ? ഈ ആൽഫ എന്ന് പറയുന്ന ഈ ഒരു കമ്മ്യൂണിറ്റി ഏത് സമയം മുതലാണെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ജനാൽഫ എന്ന് പറയുന്നത് ഏത് ഡ്യൂറേഷനിലുള്ളവരാണെന്ന്? 2013 മുതൽ 12 ഏകദേശം 2012-13 അല്ലെങ്കിൽ 2010. അതിൽ ഒരു ഫ്ലെക്സിബിൾ ഡ്യൂറേഷൻ ആണെങ്കിൽ പോലും 2010 മുതൽ ഇപ്പോ വരെയുള്ള 2025 വരെയുള്ള ഒരു കാലഘട്ടമാണ് നമ്മൾ ജൻ ആൽഫ എന്ന് വിളിക്കുന്നത്. നമ്മളൊക്കെ, അതായത് നമ്മൾ മീൻസ് ഇപ്പോ ഈ ജനാൽഫയെ ഹാൻഡിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന പാരന്റ്സ് ഒരുവിധമൊക്കെ മില്ലേനിയത്തിലാണ് വരുന്നുണ്ടാവുക, അല്ലെങ്കിൽ ജൻ മില്ലേനിയം അല്ലാന്നുണ്ടെങ്കിൽ ജൻ വൈ എന്നൊക്കെ അറിയപ്പെടുന്ന ആ ഒരു കാലഘട്ടത്തിലാണ് വരുന്നത്. പിന്നീട് അതിനിടയിൽ ജെൻസി എന്ന് പറയുന്ന ഒരു കാലഘട്ടമുണ്ട്. അതായത് ഇപ്പൊ കോളേജ് ലെവലിലൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികള്, തൊഴിലിടങ്ങളിലേക്കൊക്കെ വളരെ ഈഗർലി വെയിറ്റിംഗ് ആയിക്കൊണ്ടിരിക്കുന്ന ആ ഒരു ജനറേഷൻ. അങ്ങനെയൊക്കെയാണ് ഇതിങ്ങനെ പ്രധാനമായിട്ടും ഇങ്ങനെ ഈ ജനറേഷനെ നമ്മൾ കാറ്റഗറൈസ് ചെയ്യുന്നത് ഡിജിറ്റലൈസേഷന്റെ അല്ലെങ്കിൽ ഡിജിറ്റൽ യുഗത്തിന്റെ ആ ഒരു ഡെവലപ്മെന്റിനെ കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ടാണ്. അപ്പൊ ഈ ജനറേഷൻ മില്ലേനിയത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അവർ ഏകദേശം 1981 മുതൽ 96 വരെയുള്ള ഒരു കാലഘട്ടമാണ് പറയുന്നത്. അതിനുശേഷമാണ് 97 മുതൽ 2012 വരെയുള്ള കാലഘട്ടം നമ്മൾ 2012 അല്ലെങ്കിൽ 2010, അതിൽ പല അഭിപ്രായങ്ങൾ വരുന്നുണ്ട്. എന്നാൽ പോലും നമുക്ക് 2010 എടുക്കാം. അപ്പൊ ആ ഒരു കാലഘട്ടത്തിനെ നമ്മൾ ജെൻസി എന്ന് വിളിക്കുന്നു. പിന്നെ 2012 മുതൽ നമ്മൾ നേരത്തെ പറഞ്ഞു ഇപ്പോ വരെയുള്ള കാലഘട്ടം 2025 വരെ, അതിനെയാണ് നമ്മൾ ജൻ ആൽഫ. ഇനിയിപ്പോ ജൻ ബീറ്റ സ്റ്റാർട്ട് ചെയ്തു തുടങ്ങി.
അപ്പൊ ഇതൊക്കെയാണ് ഈ മില്ലേനിയത്തിന്റെ ഒരു പ്രധാനപ്പെട്ട മാറ്റം എന്താന്ന് വെച്ചാല് അവർ ഈ അനലോഗ് കാലഘട്ടത്തിൽ നിന്ന്, അതായത് നമ്മൾ ഈ കാൽക്കുലേഷൻ ബൈ ഹാൻഡ് അങ്ങനെയുള്ള കാലഘട്ടത്തിൽ നിന്ന് ഡിജിറ്റൽ യുഗം ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നത് കണ്ടവരാ. നോർമൽ ടെലിഫോണിൽ നിന്ന് നമ്മളുടെ സ്മാർട്ട് ഫോണിന്റെ ഡെവലപ്മെന്റും അങ്ങനെയൊക്കെയുള്ള കുറെ കാലഘട്ടങ്ങൾ ഇങ്ങനെ കണ്ട് അതിനെക്കുറിച്ച് ഇങ്ങനെ മനസ്സിലാക്കി തുടങ്ങിയ ഒരു കാലഘട്ടമാണ്. പക്ഷെ ജെൻസി എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ അതിനെക്കുറിച്ച് കുറച്ചുകൂടെ അവർ എക്സ്പ്ലോർഡ് ആയി. ഇപ്പൊ ജനാൽഫ എന്ന് പറയുന്നത് അവര് പിറന്ന് വീഴുന്നത് തന്നെ സ്ക്രീനിലോട്ടാണെന്ന് പറയുന്ന പോലെ, അമ്മ എന്ന് വിളിക്കുന്നതിന് പകരം ആദ്യമായിട്ട് അവര് നമ്മളുടെ സ്ക്രോളിങ്ങിന്റെ ഡിജിറ്റൽ സ്ക്രീനിലേക്ക് വീണ് വന്ന, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ജീവിക്കുന്ന ഒരു കാലഘട്ടമാണ് എന്നുള്ളതാണ്. അവരുടെ പ്ലേ ഗ്രൗണ്ട് സത്യം പറഞ്ഞ ഇന്ന് വെർച്വൽ പ്ലാറ്റ്ഫോമുകളാണ്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു ജനറേഷനെയാണ് നമ്മൾ കൈകാര്യം ചെയ്യുന്നത്. നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും അഡ്വാൻസ്ഡ് ആണ്, ഹൈലി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ജനറേഷൻ. നമുക്ക് അവരുടെ ഒപ്പം എത്താൻ വേണ്ടിയിട്ട് നമ്മൾ നടന്നാൽ പോരാ, നമ്മൾ ഓടണം എന്നുള്ളതാണ്. കാരണം ജൻ മില്ലേനിയത്തിലായാലും ഇനിയിപ്പോ അതിന് തൊട്ട് മുമ്പുള്ള ജനറേഷനാണ് ജൻ എക്സ് എന്ന് പറയുന്നത്, 65 മുതൽ 80 വരെയുള്ള ആ ഒരു സമയം. അപ്പൊ ഈ രണ്ട് കാലഘട്ടത്തിലുള്ള പാരന്റ്സ് ആയിരിക്കും ഒരുവിധമൊക്കെ ഇന്ന് ജനാൽഫയെ കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുന്നത്. മിക്കവാറും ജൻ മില്ലേനിയം ആണ്. എന്നാൽ പോലും ഈ കാലഘട്ടത്തിലുള്ളവർ എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മളിങ്ങനെ സ്റ്റാർട്ടിങ് ടൈം കണ്ടവരാ, പക്ഷെ ഇന്ന് അത് പീക്ക് ലെവലിലുള്ള ഒരു ജനറേഷനുമായിട്ടാണ് ഹാൻഡിൽ ചെയ്യുന്നത്, അല്ലെങ്കിൽ അവരെയാണ് നമ്മൾ കൈകാര്യം ചെയ്യേണ്ടത്. അപ്പൊ നമ്മൾ കുറച്ചുകൂടെ മെച്ചുവേർഡ് ആവണം എന്ന് തന്നെ വേണമെങ്കിൽ പറയണം. ഡിജിറ്റലി നമ്മൾ മെച്ചുവേർഡ് ആവണം എന്നുള്ള, അല്ലാതെ ഇമോഷണലി നമ്മൾ മെച്ചുവേർഡ് അല്ല എന്നല്ല, പക്ഷെ ഡിജിറ്റലി നമ്മൾ കുറച്ചുകൂടെ മെച്ചുവേർഡ് ആയാലേ ഇവരുടെ പിറകെ നമുക്ക് ഓടി എത്താൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. നമുക്ക് അറ്റ്ലീസ്റ്റ് ഓടിയെങ്കിലും എത്താൻ പറ്റണം. അവരുടെ കൂടെ നടക്കുക എന്ന് പറയുന്നത് എത്രത്തോളം പോസിബിൾ ആവുമെന്ന് അറിയില്ല. നമ്മൾ അത്രയും അപ്ഡേറ്റ് ആയി കഴിഞ്ഞാലേ നമുക്ക് അറ്റ്ലീസ്റ്റ് അവരുടെ കൂടെ ഓടിയെത്താനെങ്കിലും പറ്റുള്ളൂ. അപ്പോ ഇന്നത്തെ നമ്മളുടെ ഒരു പാരന്റിങ്ങിന്റെ ഒരു പ്രധാന വിഷയം, ഒരു ഏരിയ എന്ന് പറയുന്നത് നമ്മൾ കൈൻഡ് ഓഫ് ഹെലികോപ്റ്റർ പാരന്റിങ് നടത്തിക്കൊണ്ടിരിക്കുക. ഈ ഹെലികോപ്റ്റർ പാരന്റിങ് എന്ന് പറഞ്ഞാലേ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ അവരുടെ മുമ്പിലും പിറകിലും ഇടതുവശത്തും വലതുവശത്തും ആയിട്ട് അവരിങ്ങനെ അസസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ കൈൻഡ് ഓഫ് ഇറിറ്റേഷൻ ചിലപ്പോൾ അവർക്ക് ഫീൽ ചെയ്യാറുണ്ട്. അതായത് നമ്മൾ പലപ്പോഴും നമ്മളുടെ ആ ഒരു കാലഘട്ടത്തിലേക്ക് പോകുമ്പോൾ പല രീതിയിലുള്ള പ്രയാസങ്ങൾ അനുഭവിച്ചിട്ടുണ്ടാവും. വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും ഒക്കെ അനുഭവിച്ചു വന്നതുകൊണ്ട് തന്നെ ഒരു കൂട്ടം അല്ലെങ്കിൽ മാസ് ഗ്രൂപ്പ് ഓഫ് പാരന്റ്സ് ചിന്തിക്കുന്നത് ആ പ്രയാസം ഒന്നും ഞങ്ങളുടെ മക്കളെ അനുഭവിക്കരുത്. അപ്പൊ അതുകൊണ്ട് അവർക്ക് എന്തൊക്കെ ഫെസിലിറ്റീസ് ആണോ മാക്സിമം പ്രൊവൈഡ് ചെയ്യാൻ പറ്റുക അതിന്റെ അറ്റ് പീക്ക് നമ്മൾ കൊടുക്കും എന്നുള്ള ഒരു ഡിസിഷനിലൂടെയാണ് പോകുന്നത്. അതുപോലെ തന്നെ ഇന്നത്തെ കാലഘട്ടത്തിനെ കുറിച്ചിട്ടൊക്കെ നമ്മൾ എക്സ്ട്രാ ബോധേഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഭയങ്കര ടെൻഷനാണ്. അപ്പോൾ എപ്പോഴും അവരുടെ മുന്നിലും പിറകിലുമായിട്ട് നമ്മളിങ്ങനെ ഒരു CCTV കണക്കിന്, അതിനാണ് ഈ ഹെലികോപ്റ്റർ പാരന്റിങ് എന്ന് പറയുന്നതാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു മൈൻഡ് സെറ്റോട് കൂടിയിട്ട് നമ്മളിങ്ങനെ അവരുടെ പിറകെ പോയിക്കൊണ്ടിരിക്കാം. അപ്പൊ ഇപ്പോഴത്തെ ഹലോ ഓക്കെ ആണല്ലോ അല്ലെ? ഇടയ്ക്ക് പോയിരുന്നു മാമ, ഇടയ്ക്ക് ഓക്കെ വിട്ടുപോയി. ഇപ്പൊ ഓക്കെ എന്തോ കേൾക്കാം. ഒരു നെറ്റ്വർക്ക് ഇഷ്യൂ വന്നതാണ്. ഓക്കെ ഓക്കെ. അപ്പോ ഇന്നത്തെ പഠനങ്ങളിൽ കൂടുതലും പറയുന്നത് നമ്മളങ്ങനെ ഒരു ഹെലികോപ്റ്റർ പാരന്റിങ് നടത്തുന്നതിനപ്പുറത്തേക്ക് അവരെ സപ്പോർട്ട് ചെയ്യാം. അവര് വീഴരുത് എന്ന് നമ്മൾ ഒരിക്കലും പറയരുത്. മീൻസ് നമ്മൾ തന്നെ നടക്കാൻ പഠിച്ചത് ഒരുപാട് തവണ വീണിട്ടാണല്ലോ. പൊതുവേ നമ്മളെപ്പോഴും പറയുന്ന ഒരു കാര്യമാണത്. അപ്പൊ അവര് വീഴട്ടെ, വീണ് പഠിക്കട്ടെ. പക്ഷെ വീണാലും അവര് എഴുന്നേൽക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം? ഉറപ്പുവരുത്തണം. ജീവിതത്തിലെ പ്രതിസന്ധികളും പ്രയാസങ്ങളും ഒക്കെ ഒരു പരിധി വരെ അവര് അനുഭവിക്കട്ടെ മീൻസ് അവരെ അങ്ങനെ നെഗറ്റീവ് സെൻസിലല്ല നമ്മൾ അതിനെ എടുക്കേണ്ടത്. അതായത് പ്രതിസന്ധികളും പ്രയാസ കാലഘട്ടങ്ങളും ഒക്കെ അതിജീവിക്കാൻ അവർക്ക് സാഹചര്യങ്ങൾ കിട്ടണം എന്നുണ്ടെങ്കിൽ അത്തരം സാഹചര്യങ്ങളിലൂടെ ചെറിയ തോതിലെങ്കിലും കടന്നു പോകാൻ നമ്മൾ അവർക്ക് സിറ്റുവേഷൻസ് ഉണ്ടാക്കി കൊടുക്കണം. എല്ലാറ്റിലും നമ്മൾ അവരിങ്ങനെ സപ്പോർട്ട് ചെയ്യാനും അസിസ്റ്റ് ചെയ്യാനും നിന്ന് കഴിഞ്ഞാൽ അവർക്ക് പിന്നീട് നമ്മളില്ലാത്ത അല്ലെങ്കിൽ നമ്മളുടെ അഭാവത്തിൽ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ അവർക്ക് അതിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റണം എന്നില്ല എന്നുള്ളതാണ്. അതിനൊരു ബെസ്റ്റ് എക്സാമ്പിൾ ആയിട്ട് ഒരു കഥ എന്ന സെൻസിൽ എടുക്കണ്ട, മീൻസ് അതിനെ റിയൽ ലൈഫുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് അതിനെ ഒരുപാട് രീതിയിൽ നമുക്ക് അതിനെ യോജിപ്പിച്ച് കൊണ്ടുപോകാൻ പറ്റും. നിങ്ങളൊക്കെ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവാം, എന്നാലും റിപ്പീറ്റ് ചെയ്യാണ്. റിപ്പീറ്റേഷൻ സോറി. ഒരു മനുഷ്യൻ ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പോകുന്ന സമയത്ത് ഒരു ചെടിയുടെ അടുത്തായിട്ട് ഒരു കൊക്കൂണ്, നമുക്കറിയാം ഒരു ചിത്രശലഭത്തിന്റെ ലൈഫ് സൈക്കിൾ എങ്ങനെയൊക്കെയാണ് എന്നുള്ളത്. അപ്പൊ ആ ഒരു കൊക്കൂണ് പുറത്ത് കിടക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് പ്രയാസപ്പെടുന്നുണ്ട്. അതിന്റെ ആ ഔട്ടർ സെല്ല് കഷ്ടപ്പെട്ട് പൊട്ടിച്ച് അത് പുറത്തേക്ക് വരികയാണ്. പുറത്തേക്ക് വരാൻ വേണ്ടിയിട്ടുള്ള അതിന്റെ ഹാർഡ് സ്റ്റെപ്പ് കണ്ടപ്പോ ഈ സാധു മനുഷ്യൻ വിചാരിച്ചു
എന്ത് ചെയ്യാം, അതിന്റെ ആ ഔട്ടർ ഷെൽ ഒന്ന് പൊട്ടിച്ചു കൊടുത്താൽ അതിന് കുറച്ചുകൂടി ഈസിയർ ആയിട്ട് പുറത്തേക്ക് വരാമല്ലോ. അപ്പൊ അതിന് കുറച്ചുകൂടെ സുഖമായിരിക്കും എന്ന് വിചാരിച്ചുകൊണ്ട് ആ ഷെല്ല് അത് പൊട്ടിച്ചു കൊടുക്കുകയാണ്. പൊട്ടിച്ചു കൊടുത്ത സമയത്ത് പുറത്തേക്ക് സ്വാഭാവികമായിട്ടും അതിനുള്ളിൽ കഷ്ടപ്പെട്ട് കിടന്നിരുന്ന ആ ജീവി പുറത്തേക്ക് വരുന്നുണ്ട്. പുറത്ത് വന്നപ്പോ വളരെ അഗ്ലി ആയിട്ടുള്ള ഒരു ഒരു ചിത്രശലഭമായിട്ടാണ്, അല്ലെങ്കിൽ അതിന്റെ ആ ഫസ്റ്റ് സ്റ്റേജ് ആയിട്ടാണ് അത് പുറത്തേക്ക് വരുന്നത്. വിത്തിൻ സെക്കൻഡ്സ് അല്ലെങ്കിൽ വിത്തിൻ മിനിറ്റ്സ് അത് ചത്തുപോകുന്നുണ്ട്. അപ്പോ യഥാർത്ഥത്തിൽ അതിന്റെ ആ സ്ട്രഗ്ലിങ് അവിടെ ഉണ്ടായിരുന്നത് അതിന്റെ റിയൽ ലൈഫിലേക്കുള്ള ഒരു എന്താ പറയാ ഒരു സ്റ്റെപ്പായിരുന്നു, ഫസ്റ്റ് സ്റ്റെപ്പായിരുന്നു എന്നുള്ളതാണ്. അവിടെ അതിനെ വളരെ സ്മൂത്ത് ആയിട്ട് ഈസിയർ ആയിട്ട് പോകാൻ വേണ്ടിയിട്ട് ഈ മനുഷ്യൻ നല്ലത് വിചാരിച്ച് ചെയ്തു കൊടുത്തതാണ്, സപ്പോർട്ട് ചെയ്തു കൊടുത്തതാണ്. പക്ഷെ അതിന്റെ ഇമ്പാക്ട് വളരെ നെഗറ്റീവ് ആയിട്ടാണ് സംഭവിച്ചത്. കാരണം ആ ചിത്രശലഭത്തിന് അതിന്റെ ആ സ്ട്രഗിൾ, അതിന്റെ ചിറകിന് കിട്ടേണ്ട സ്ട്രെങ്ത് ആയിരുന്നു ആ ബ്രേക്കിംഗ് എന്ന് പറയുന്നത്. പക്ഷെ അത് വളരെ ഈസിയർ ആയിട്ട് നടന്നുകൊണ്ട് തന്നെ അത് വിചാരിച്ച പോലെയുള്ള സ്ട്രെങ്ത് അവിടെ അച്ചീവ് ചെയ്യാൻ പറ്റിയില്ല. വളരെ അധികം സമയം കഴിയുന്നതിന് മുമ്പ് തന്നെ അത് നശിച്ചു പോവുകയും ചെയ്തു. അപ്പൊ ഇങ്ങനെ തന്നെ നമ്മളുടെ ജീവിതത്തിൽ നമ്മുടെ മക്കൾ ചെയ്ത പല പ്രയാസഘട്ടങ്ങളിലും അവരെ നമ്മളിങ്ങനെ അസിസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ അവർ അതിൽ നിന്ന് അതിജീവിച്ച് മുന്നോട്ടേക്ക് പോകുന്നുണ്ട് എന്നുള്ളത് നമ്മൾ ഉറപ്പുവരുത്തിയാൽ മതി. ഇന്ന് നമ്മൾ ഐക്യുവിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്, ഇക്യുവിനെ കുറിച്ചൊക്കെ കേട്ടിട്ടുണ്ടാവും. ഇമോഷണൽ കോഷ്യന്റും ഇന്റലിജന്റ് കോഷ്യന്റ്, ഇമോഷണൽ കോഷ്യന്റ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. പക്ഷെ ഇന്നത്തെ കാലത്ത് ഒരു പരിധിവരെ ഏറ്റവും കൂടുതൽ വേണ്ടത് എക്യു ആണെന്ന് പറയുന്നുണ്ട്. അതായത് അഡ്വേഴ്സിറ്റി കോഷ്യന്റ് എന്ന് പറയുന്നത്. ജീവിതത്തിലുള്ള പ്രയാസങ്ങളെയും പ്രതിസന്ധികളെയും അതിജീവിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഉണ്ടാവേണ്ട ഒരു കപ്പാസിറ്റി ആണത്. അത് നമ്മൾ നമ്മുടെ ലൈഫിലുള്ള ഓരോ സ്കില്ലുകൾ അച്ചീവ് ചെയ്യുന്നതിന്റെ കൂട്ടത്തിൽ അച്ചീവ് ചെയ്യേണ്ടതാണ്. ഇത് നമ്മളുടെ മക്കൾക്ക്, ഇന്നതാ നേരത്തെ ഞാൻ തുടങ്ങി വെച്ചത് തന്നെ ആ ഒരു പോയിന്റ് എന്നാ. അത് നമുക്ക് പ്രത്യക്ഷത്തിൽ കേൾക്കുമ്പോൾ അത്ര വലിയ കണ്ടന്റ് ഒന്നും അല്ല. കണ്ടന്റ് മീൻസ് ആ കുട്ടി അനുഭവിച്ച സ്ട്രെസ് നമുക്ക് നോർമലി കേൾക്കുമ്പോൾ ഒരു മൊബൈൽ ഫോണിനാണോ ഇവൻ ഇത്രയധികം ആൾക്കാരെ വെള്ളം കുടിപ്പിച്ചതെന്ന് നമ്മൾ ചിന്തിച്ചേക്കാം. പക്ഷെ ഇൻ ദ സെൻസ് ഓഫ് ദാറ്റ് ബോയ് നമുക്ക് നിന്ന് നോക്കുന്ന സമയത്ത് അവരെ സംബന്ധിച്ച് അത് അവരുടെ ഒരു ലൈഫിന്റെ ഏറ്റവും വലിയ പാർട്ടായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിൽ നിന്നൊന്ന് ഒരു കുറച്ച് സമയമെങ്കിലും ഡിറ്റാച്ച് ചെയ്യപ്പെടുമ്പോൾ അവർ അനുഭവിക്കുന്ന ഇറിറ്റേഷനും സ്ട്രെസ്സും എത്രയാണെന്ന് നമ്മൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ അവിടെ ഇതൊരു ചെറിയ ഏറ്റവും നിസ്സാരമായിട്ടുള്ള ഒരു അഡ്വേഴ്സിറ്റി അല്ലെങ്കിൽ ഒരു പ്രയാസം ആയിട്ടാണ് നമുക്ക് തോന്നുന്നത്. പക്ഷെ അവരെ സംബന്ധിച്ച് ഒരു വലിയ സംഭവമാണ്. ഇനി ഇതിനേക്കാളും വലിയ പ്രയാസങ്ങൾ ജീവിതത്തിൽ സ്വാഭാവികമായിട്ടും വരും. പ്രയാസങ്ങൾ അതിജീവിക്കുക എന്നുള്ളതാണല്ലോ നമ്മുടെ മെച്യൂരിറ്റി എന്ന് പറയുന്നത്. ഇപ്പൊ തന്നെ ലോകം പല രീതിയിലുള്ള പ്രയാസങ്ങളിലൂടെയും പ്രതിസന്ധികളിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ പ്രയാസങ്ങൾ ഇല്ലാതിരിക്കുക എന്നുള്ളത് നമുക്ക് ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാനോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ലൈഫ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേ വേണ്ട. പ്രയാസങ്ങളും പ്രതിസന്ധികളും ഉണ്ടാവും. ഇപ്പൊ നമ്മൾ നമ്മളുടെ മക്കളുടെ കൂടെ സപ്പോർട്ടിങ് ഉണ്ടാവാം, പക്ഷെ നാളെ നമ്മളുടെ അഭാവത്തിൽ എന്ത് ചെയ്യണം, ഇതിനെയൊക്കെ ഓവർകം ചെയ്യണം. അപ്പൊ ഇത്തരത്തിലുള്ള അഡ്വേഴ്സിറ്റി കോഷ്യന്റുകളാണ് ഇനി മുതൽ നമ്മൾ മക്കൾക്ക് കൂടുതലായിട്ട് കൊടുത്തുകൊണ്ടിരിക്കേണ്ടത് എന്നുള്ള. അതെന്ന് വിചാരിച്ച് എപ്പോഴും അവർക്ക് ഭയങ്കര ഡിഫിക്കൽട്ട് സിറ്റുവേഷൻസ് കൊടുക്കുക, അങ്ങനെയല്ല അത് ഉദ്ദേശിക്കുന്നത്. ജീവിതത്തിൽ വരുന്ന സാഹചര്യങ്ങൾ അവരെങ്ങനെ തരണം ചെയ്യുന്നു എന്നുള്ളത് അവർക്ക് അവരുടെ കാഴ്ചപ്പാടിലൂടെ നോക്കി കാണാനുള്ള അവസരങ്ങൾ നമ്മൾ ഉണ്ടാക്കി കൊടുക്കുക. മക്കൾ വീഴുന്നുണ്ടെന്ന് തോന്നിയാൽ അവർ വീണിട്ട് അതിൽ നിന്ന് എഴുന്നേൽക്കുന്നുണ്ടോ നോക്കുക. അല്ലെങ്കിൽ അവർക്ക് അവിടെ എഴുന്നേൽക്കാനുള്ള സാഹചര്യങ്ങൾ നമ്മൾ ഉണ്ടാക്കി കൊടുക്കുക. വീഴുമ്പോഴേക്കും പോയിട്ട് നമ്മൾ അവരെന്ത് ചെയ്യരുത്, പിടിച്ച് തടഞ്ഞു നിർത്തരുത് എന്നുള്ളതാണ് ഏറ്റവും ഫസ്റ്റ് പോയിന്റ്. നമ്മൾ ഈ ആൽഫ പാരന്റിങ്ങിനെ കുറിച്ച് അല്ലെങ്കിൽ ആൽഫ ജനറേഷനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കാനുള്ള ഏറ്റവും ആദ്യത്തെ പോയിന്റ്. പിന്നെ അതുപോലെ തന്നെ ഇപ്പൊ എപ്പോഴും പറയുന്ന ഒരു പോയിന്റാണ്, കുട്ടികൾക്ക് തീരെ ക്ഷമയില്ല, അവർക്കൊന്നും കാത്തു നിൽക്കാനുള്ള കപ്പാസിറ്റി ഇല്ല. എപ്പോഴും അവർ വിചാരിക്കുമ്പോൾ തന്നെ അവർ വിചാരിക്കുന്ന കാര്യങ്ങൾ കിട്ടണം. ഇവിടെയും ഒരു പരിധിവരെ കാരണക്കാർ നമ്മളാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോയിന്റിൽ നിന്ന് തുടങ്ങുകയാണെങ്കിൽ എല്ലാം എപ്പോഴും എത്രയും പെട്ടെന്ന് അവർ ആവശ്യപ്പെടുന്ന അതേ സ്പീഡിൽ നമ്മൾ അവരിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുകയാണ്. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ അവർക്കൊരു എന്താണ് വെയിറ്റിംഗ് എന്നതിന്റെ അവസ്ഥ അവർക്ക് മനസ്സിലാവുന്നില്ല. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഒരുപാട് ചിലപ്പോൾ പ്രയാസങ്ങൾ സഹിച്ചിട്ടുണ്ടാവാം. അപ്പൊ നമ്മളുടെ മക്കള് അവരോടുള്ള സ്നേഹക്കൂടുതലാണ് സംഭവം. എന്നിരുന്നാൽ പോലും നമ്മൾ അവരെ നശിപ്പിച്ചുകൊണ്ടിരിക്കുക. ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് ഇന്ന് നമ്മുടെ തലമുറ എത്തിയിട്ടുണ്ട്. ഈവൻ നമ്മൾ നേരത്തെ പറഞ്ഞു അവരൊരു ഡിജിറ്റൽ വേൾഡിലാണ് ജീവിക്കുന്നത്. അപ്പൊ അവർ അവരുടെ ലൈഫിന്റെ ഒരു പകുതി മുക്കാൽ ഭാഗവും ഈ മൊബൈൽ ഫോണുമായിട്ട് സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ അതിലൂടെ അവർക്ക് കിട്ടുന്നതും ഈ പറഞ്ഞ ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ ആണ്. കാരണം എന്തും നിമിഷങ്ങൾ കൊണ്ട് അവർക്ക് കൈപ്പിടിയിൽ ഒതുക്കാൻ പറ്റുന്നുണ്ട്. ഒരു 10 മിനിറ്റ് പോലും വേണ്ട അവർ ആഗ്രഹിക്കുന്ന ഭക്ഷണം അവരുടെ മുമ്പിൽ എത്താൻ. സൊമാറ്റോയും സ്വിഗ്ഗിയും ഒക്കെ ഇന്ന് അത്രയും അവൈലബിൾ ആണ്. അവരിഷ്ടപ്പെടുന്ന എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് അവർക്ക് ദിവസങ്ങളൊന്നും കാത്തിരിക്കേണ്ട ആവശ്യമില്ലാതെ തന്നെ അവരുടെ കയ്യിലേക്ക് എത്തുന്നുണ്ട്. ഓൺലൈൻ പർച്ചേസിങ് നമ്മളൊക്കെ ആയിരുന്നെങ്കിൽ ആദ്യം അത് എവിടെ കിട്ടുമെന്ന് അന്വേഷിക്കണം, എന്നിട്ട് അവിടേക്ക് പോകണം, അത് പർച്ചേസ് ചെയ്യണം. അത് ഒരുപാട് ടൈം എടുക്കുമ്പോൾ ഇന്ന് ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്സിൽ അവരിങ്ങനെ സ്ക്രോൾ ചെയ്യുമ്പോൾ അവരുടെ മുമ്പിലേക്ക് എന്തിനു നമ്മൾ ജസ്റ്റ് ഒന്ന് ആലോചിച്ചാൽ മതി. നമ്മളുടെ മനസ്സിൽ നമ്മളൊരു പ്രൊഡക്റ്റിനെ കുറിച്ച് ആലോചിച്ചുകൊണ്ട് നമ്മൾ നമ്മളുടെ മൊബൈൽ ഫോൺ എടുക്കുമ്പോൾ നമ്മളുടെ മൊബൈൽ ഫോൺ അൽഗോരിതം നമ്മളുടെ മുമ്പിലേക്ക് നമ്മൾ ആ വിചാരിച്ച സാധനം കൊണ്ടെത്തിച്ചു തരികയാണ്.
ചിലപ്പോൾ നമ്മൾ തൊട്ട് മുമ്പ് അതിനെപ്പറ്റി ഒരു ഒന്നോ രണ്ടോ വാക്ക് സംസാരിച്ചിട്ടേ ഉണ്ടാവുള്ളൂ. പിന്നെ നമ്മൾ ഫോൺ എടുക്കുന്ന സമയത്ത് നമ്മൾ കാണുന്നത് ഇതാ. അപ്പൊ അത്രയും പെട്ടെന്ന് നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ കൈക്കുമ്പിളിലേക്ക് എത്തുന്ന ആ ഒരു സെക്കൻഡിലാണ് നമ്മൾ, അല്ലെങ്കിൽ അത്തരം ഒരു നിമിഷത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള. പിന്നെ ഇനിയിപ്പോ നമ്മുടെ ഫോണിൽ നമ്മൾ കാണുന്ന വീഡിയോസ് നോക്കിയാൽ, റീൽസ് കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കുക എന്ന് പറയുന്നത് തന്നെ അവരോട് ചെയ്യുന്ന ഏറ്റവും വലിയ അപാകതയായിട്ട് ഇന്ന് ആൾക്കാർ പറയുന്നുണ്ട്, പഠനങ്ങൾ തെളിയിക്കുന്നുണ്ട്. അപ്പോൾ വളരെ ചുരുങ്ങിയ സമയങ്ങൾ കൊണ്ട് ഒരു എൻ്റയർ കണ്ടന്റ് അവരുടെ മുമ്പിലേക്ക് എത്തുന്നുണ്ട്. നമുക്ക് ടൈം ടേക്കൺ, അല്ലെങ്കിൽ എന്താ പറയാ, ടൈം സേവിങ് ആണ് എന്നൊക്കെ പറയുമ്പോഴും ഇതിൽ നമ്മുടെ മെമ്മറിക്ക് വരുന്ന ഒരുപാട് ഡാമേജുകൾ ഉണ്ട് എന്നുള്ളതാണ്. നമുക്കൊന്നിനെയും വെയിറ്റ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വരുന്നു എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ വരുമ്പോൾ നമ്മൾ അവിടെ ശ്രദ്ധിക്കേണ്ട വേറൊരു പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത്, ഈ ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ എന്നുള്ളതിന് പകരം നമുക്ക് ഡിലൈഡ് ഗ്രാറ്റിഫിക്കേഷൻ എന്ന് പറയുന്ന ഒരു സംഭവം കുട്ടികളെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കാം എന്നുള്ള. അതിനൊരു എക്സ്പെരിമെന്റ് തന്നെ നടന്നിട്ടുണ്ട് ഏകദേശം 1950 കാലഘട്ടങ്ങളിൽ. മാഷ്മെല്ലോ എക്സ്പെരിമെന്റ് എന്ന് പറയും. മാഷ്മെല്ലോ എക്സ്പെരിമെന്റ് ചിലപ്പോൾ ഇപ്പോ റീസെന്റ് ആയിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ ട്രെൻഡ് ഒക്കെ ആയിട്ട് കാണുന്ന ഒരു സംഭവം തന്നെയാണ്. കാരണം എന്താന്ന് വെച്ചാല്, ഈ മാഷ്മെല്ലോ എക്സ്പെരിമെന്റിൽ ഇന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു നമ്മൾ അപ്ഡേറ്റ് ആവണം. അപ്പൊ നമ്മളും ഈ സ്ക്രീനിൽ എത്ര സമയം നമ്മൾ ഉപയോഗിക്കുന്നു എന്നുള്ളതും ആ ഉപയോഗിക്കുന്ന സംഭവം എന്തൊക്കെ രീതിയിൽ ക്വാളിറ്റി ടൈം ആണ് എന്നുള്ളതും നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതിലേക്ക് വരാം. അപ്പോൾ ഈ മാഷ്മെല്ലോ എക്സ്പെരിമെന്റിൽ പറയുന്നത്, കുറച്ച് കുട്ടികളെ സെലക്ട് ചെയ്തുകൊണ്ട് എക്സ്പെരിമെന്റ് നടത്താൻ വേണ്ടിയിട്ട് സെലക്ട് ചെയ്യുന്നു. അവരുടെ മുമ്പിലേക്കൊക്കെ ഓരോ മാഷ്മെല്ലോ ഇന്ന് നമുക്കൊക്കെ പരിചയമുള്ള ഒരു ക്യാൻഡിയാണ്, ഏറെക്കുറെ എല്ലാവർക്കും അറിയാം, ഒരു മിഠായിയാണ്. അപ്പം ആ ഒരു മാഷ്മെല്ലോ എല്ലാ കുട്ടികളുടെ മുമ്പിലും ഇങ്ങനെ വെച്ചു കൊടുക്കുന്നുണ്ട്. ഒറ്റ ഒന്നാണ് എല്ലാവർക്കും വെച്ചു കൊടുക്കുന്നത്. അപ്പോൾ തന്നെ അവരോട് പറയുന്നുണ്ട്, ഒരു മാഷ്മെല്ലോ നിങ്ങൾ ഇത്ര സമയം കഴിക്കാതെ വെയിറ്റ് ചെയ്തിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഒന്നുകൂടെ തരും എന്നതാണ് ഈ എക്സ്പെരിമെന്റിന്റെ കണ്ടന്റ് എന്ന് പറയുന്നത്. പല കുട്ടികളും പരമാവധി സമയം ട്രൈ ചെയ്യുന്നുണ്ട്, ബട്ട് അറ്റ് ദ എൻഡ് അവർക്കത് സഹിക്കാൻ പറ്റുന്നില്ല, അവരത് എടുത്തു കഴിക്കുന്നുണ്ട്. എന്നാൽ ചിലരൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, വെയിറ്റ് ചെയ്ത് ആ ലാസ്റ്റ് മൊമെന്റ് വരെ കീപ്പ് ചെയ്യുന്നുണ്ട്. അവർക്കത് അടുത്ത അവരുടെ ആ ഒരു എന്താ പറയാ, ആ ഒരു ക്ഷമക്കുള്ള പ്രതിഫലം എന്നുള്ള രീതിയിൽ പ്രോമിസ് ചെയ്ത പോലെ തന്നെ അവർക്കൊരു മാഷ്മെല്ലോയും കൂടെ കൊടുക്കുന്നുണ്ട്. ഇത് ഒരുപാട് കാലഘട്ടം മുൻപാണ്, നമ്മൾ ഈ പറഞ്ഞ ജനറേഷനൊക്കെ മുൻപ് നടന്ന ഒരു എക്സ്പെരിമെന്റ് ആണ്. എന്നാൽ പോലും അതിന് ഇന്ന് പ്രസക്തി ഉണ്ട് എന്നാണ് ഇപ്പൊ പറഞ്ഞു വന്നത്. അപ്പൊ അങ്ങനെ ഈ പറഞ്ഞ കുട്ടികളിൽ വീണ്ടും പഠനം നടത്തുന്നു. അപ്പൊ പഠനം പറയുന്നത് എന്താന്ന് വെച്ചാൽ, ഒരുപാട് ക്ഷമയോടുകൂടി കാത്തിരുന്ന ആ മനുഷ്യന്മാർ ജീവിതത്തിൽ പല അഡ്വേഴ്സിറ്റികളിലും ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് സാധിച്ചു എന്നുള്ളതാണ്. അതായത് പെട്ടെന്ന് വിചാരിച്ച സമയത്ത് അവർക്ക് ക്ഷമയോട് കൂടിയിട്ട് അതിനെ കൈകാര്യം ചെയ്യാൻ പറ്റാതിരുന്ന പലരും ആ സാഹചര്യങ്ങളിൽ പിന്നീട് ജീവിതത്തിൽ വരുമ്പോഴും ഇതുപോലെ പതറി പോകുന്നു എന്നുള്ളതാണ്. എന്നാൽ അതേസമയം ക്ഷമയോടുകൂടി കാത്തിരുന്നു, അവർ വിചാരിച്ച പോലെ ഒരു ഗ്രാറ്റിഫിക്കേഷൻ അടുത്ത ഒന്നുകൂടെ ഒരു മാഷ്മെല്ലോയും കൂടെ അവർക്ക് കിട്ടി. എന്നാൽ അവർക്ക് ജീവിതത്തിൽ സക്സസ് ആവാൻ പറ്റി. ഇങ്ങനെയുള്ള പല എക്സ്പെരിമെന്റുകളും പിന്നീട് ഇത്തരം കാര്യങ്ങളൊക്കെ പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ മക്കൾക്ക് കുറച്ചൊക്കെ ഡിലൈഡ് പ്രാക്ടീസ് കൊടുക്കുക. ആദ്യം പ്ലഷർ പിന്നെ വർക്ക് എന്നുള്ളതിനപ്പുറത്തേക്ക് ഫസ്റ്റ് വർക്ക് പിന്നെ പ്ലഷർ എന്നുള്ള രീതിയിലേക്ക് നമ്മൾ കാര്യങ്ങളെ കൊണ്ടെത്തിക്കാൻ നമ്മൾ കഴിഞ്ഞാൽ നമ്മൾ ഒരു പരിധി വരെ ജയിക്കും എന്നുള്ളതാണ്. കാരണം ഇപ്പൊ നമ്മുടെ മക്കള് ഫോണൊക്കെ നമ്മളോട് ചോദിച്ചു വരുന്ന ഒരു പ്രായമുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നീട് അവർ തന്നെ കൈകാര്യം ചെയ്യാൻ തുടങ്ങും. എന്നാൽ പോലും ഈ ചോദിച്ചു വന്ന് നമ്മുടെ പെർമിഷന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അവരുടെ മുമ്പിൽ എന്തെങ്കിലും ഒരു ചെറിയ ഉപാധി വെക്കാം. മീൻസ് പ്ലഷർ എന്ന് പറയുന്നതാണ് അവർക്ക് ആ ഫോൺ കിട്ടുക എന്ന് പറയുന്നത്. അപ്പൊ അതിനു മുമ്പ് ഇപ്പൊ ഇന്ന ഒരു കാര്യം, എന്തെങ്കിലും ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം, ചെടി നനക്കാൻ പറയാം. അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ചെറിയ കാര്യം നമ്മൾ കൂടെ തന്നെ നമ്മൾക്ക് അവർക്ക് കൊടുക്കാൻ പറ്റുന്ന സപ്പോർട്ടായിട്ട് എന്തെങ്കിലുമൊക്കെ ചെറിയ ജോലികൾ ഏൽപ്പിക്കാൻ പറ്റും. അതൊരു സപ്പോർട്ട് തന്നെയാണ്. കാലം അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരുപാട് പ്രതിസന്ധികൾ അതിജീവിക്കാനുള്ള ഒരു സപ്പോർട്ടാണ്. അപ്പൊ ഇങ്ങനെയുള്ള ചെറിയ കാര്യങ്ങൾ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പോർഷൻ, ഇതൊന്ന് നീ കവർ ചെയ്ത് കഴിഞ്ഞാൽ നിനക്ക് ഇത്ര സമയം ഫോൺ തരാം. ആ കൊടുക്കുന്ന ഫോൺ തന്നെ ഏജ് ലിമിറ്റ് വെച്ചുകൊണ്ട് ഒരുപാട് രീതിയിൽ നമ്മൾ ലിമിറ്റേഷൻ വെക്കണം എന്നുള്ളതാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നെന്ന് പറയുന്നത്, 18 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ സ്ക്രീൻ ടൈം എന്ന് പറയുന്നത് 2 മണിക്കൂറാണ്, ഇൻക്ലൂഡിങ് ദെയർ സ്റ്റഡീസ് ആൻഡ് ഓൾ. ഇതെല്ലാം സ്ക്രീൻ ടൈം യൂസ് ചെയ്യുമ്പോൾ പോലും 2 മണിക്കൂറാണ് അലോ ചെയ്തിട്ടുള്ളത് സയന്റിഫിക്കലി. പക്ഷെ അത് അങ്ങനെയൊന്നും അല്ല എന്നുള്ളത് എനിക്കും നിങ്ങൾക്കും ഒക്കെ നല്ല ബോധ്യം ഉണ്ടെന്നുള്ള. 2 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് മൊബൈൽ സ്ക്രീന് തന്നെ ഹറാമാണെന്ന് പറയാം. അതായത് അത് അത്രയും നിഷേധിക്കപ്പെട്ടിട്ടുള്ള ഒരു സംഭവമാണ് എന്നുള്ളതാണ്. കാരണം അത് അവരുടെ ബ്രെയിനിനെ വല്ലാതെ എഫക്ട് ചെയ്യുന്നതാണ്. പിന്നെ അതിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ നമ്മളൊരു 2 വയസ്സ് മുതൽ ഒരു 5 വയസ്സ് വരെയുള്ള പ്രായം മാക്സിമം 30 മിനിറ്റ് ആണ്. ഈ 30 മിനിറ്റിൽ തന്നെ ഒരിക്കൽ പോലും അവർക്ക് ഈ സ്പീഡ് കൂടുന്ന രീതിയിലുള്ള
കാർട്ടൂണുകളോ കാര്യങ്ങളോ ഒന്നും കാണിച്ചു കൊടുക്കാൻ പാടില്ല എന്നുള്ള. ഇപ്പൊ നമ്മള് പലപ്പോഴും പല കാർട്ടൂണുകളും ഈ എന്താ പറയാ, നമ്മളുടെ പോക്കോമെലൻ പോലെയൊക്കെയുള്ള പല കാർട്ടൂണുകൾക്കും ഇന്ന് ഒരുപാട് വിമർശനങ്ങൾ വരുന്നുണ്ട്. നമ്മളുടെ മക്കൾ ഏറ്റവും കൂടുതൽ കാണുന്ന ഒരു പ്ലാറ്റ്ഫോം ആയിരിക്കാം ഒരു പക്ഷെ അതിൽ വരുന്ന കളർ കോമ്പിനേഷൻസ്, അതിന്റെ സ്പീഡ്, അതിന് പോസിറ്റീവ് സൈഡുകൾ ഇല്ല നമ്മൾ പറയുന്നില്ല. കുട്ടികൾ ലാംഗ്വേജ് അച്ചീവ് ചെയ്യുന്നുണ്ട് എന്നുള്ളതൊക്കെ ശരി തന്നെയാണ്. എന്നിരുന്നാൽ പോലും അതിൽ നമ്മളായിട്ട്, അധികമായാൽ അമൃതവും വിഷമാണല്ലോ, അപ്പൊ നമ്മളായിട്ട് അതിലൊരു ലിമിറ്റേഷൻ വെക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് എന്നുള്ളതാണ്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള സമയങ്ങളിൽ പിന്നെ 30 മിനിറ്റിൽ കൂടുതൽ ഈ പ്രായം 5 വയസ്സ് വരെ കൊടുക്കാറില്ല. പിന്നെ അതിനുശേഷം ഉള്ള ഒരു പ്രായത്തില് മാക്സിമം 1 അവർ, പിന്നീടാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പ്രായം വരുന്നത്. അവിടെ ഏറിപ്പോയ 2 മണിക്കൂറാണ് നോർമലി അലോ ചെയ്യപ്പെട്ടിട്ടുള്ളത് എന്നുള്ളത്. അപ്പൊ നമ്മളിങ്ങനെ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യാതാ മതി നമ്മുടെ വീട്ടിലുള്ള മക്കളൊക്കെ എത്ര സമയമാണ് ഇത്തരം സാഹചര്യങ്ങളുമായിട്ട് സ്പെൻഡ് ചെയ്ത് പോകുന്നത് എന്നുള്ളത്. അപ്പൊ ഏതായാലും ഈ കൊടുക്കുന്ന സമയം തന്നെ ക്വാളിറ്റി ടൈം ആണോ, അല്ലെങ്കിൽ ക്വാളിറ്റി സ്ക്രീൻ ടൈം ആണോ, ക്വാണ്ടിറ്റി സ്ക്രീൻ ടൈം ആണോ എന്നുള്ളതാണ് അടുത്ത ചോദ്യം എന്നുള്ളതാണ്. ഈ ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും നല്ല വ്യത്യാസമുണ്ട് അല്ലെ. ക്വാണ്ടിറ്റി എന്ന് പറയുമ്പോൾ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യുന്നു എന്നുള്ള. എന്നാൽ ഈ സമയം തന്നെ വളരെ ക്വാളിറ്റി ഓട് കൂടിയിട്ട് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ആ കുട്ടിക്ക് വളരെ എഫക്റ്റീവ് ആയിട്ട് മുന്നോട്ടേക്ക് പോകാനുള്ള ഒരു ഊർജ്ജമാണ് കൊടുക്കുന്നത്. നല്ല അതെന്ന് വിചാരിച്ച് എപ്പോഴും ഭയങ്കര സയന്റിഫിക് തിയറീസിനെ കുറിച്ച് പഠിക്കണമെന്നോ അല്ലെങ്കിൽ മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻസിനെ നോക്കണമെന്നോ അങ്ങനെയൊന്നും അല്ല പറയുന്നത്. അവർ ഉപയോഗിക്കുന്ന ആ സമയം ഇന്ന് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള നല്ല പ്ലാറ്റ്ഫോമുകളിലൂടെ കടന്നു പോകാൻ അവർക്ക് പറ്റട്ടെ. ഒരു കാര്യമില്ലാതെ വെറുതെ സമയം കളയാൻ വേണ്ടിയിട്ടുള്ള പ്ലാറ്റ്ഫോമുകളിലേക്ക് കടന്നു പോകുന്നതിന് പകരം നല്ല ഉപകാരപ്രദമായിട്ടുള്ള പ്ലാറ്റ്ഫോമുകളിലൂടെ അവർ കടന്നു പോകട്ടെ. അത് അവരുടെ ബ്രെയിനിനെ ഒന്നുകൂടെ എൻഹാൻസ് ചെയ്യിപ്പിക്കുകയുള്ളൂ. ഇന്ന് ഈ പറഞ്ഞ നമ്മുടെ ലോകത്ത് ഏറ്റവും കൂടുതൽ നടക്കുന്ന ഒരു സംഭവം എന്ന് പറയുന്നത് ബ്രെയിൻ റോട്ടിംഗ് ആണ്. അതായത് ബ്രെയിന് ചീഞ്ഞു പോവാന്ന് പറയുന്നത്. ഉപകാരപ്രദമല്ലാത്ത നമ്മളുടെ മെമ്മറി വരെ ഒരു പരിധി വരെ സംഭവിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ്. ഇന്നലെ രാത്രി എന്ത് ഭക്ഷണം കഴിച്ചു എന്ന് ചോദിക്കുമ്പോൾ ചില ആൾക്ക് ഒറ്റയടിക്ക് അതിന് ഉത്തരം പറയാൻ പറ്റും എന്നുള്ളത് ചിലപ്പോ ആയിരിക്കും. എന്താണ് കഴിച്ചത്? ഇപ്പൊ നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ചു, ഇന്നലെ രാത്രി എന്താ കഴിച്ചത്? ആ കഴിച്ചത് എന്താണെന്ന് ആലോചിക്കാൻ നമുക്കൊരു സെക്കൻഡോ അല്ലെങ്കിൽ 1-2 മിനിറ്റിലധികം സമയം എടുക്കേണ്ടി വരുന്നു എന്നുള്ള. കാരണം നമ്മുടെ മെമ്മറിയുടെ ആ ഒരു കപ്പാസിറ്റി ഇങ്ങനെ കുറഞ്ഞു വരിക. അതെന്താ കാരണം എന്ന് ചോദിച്ചാൽ ഇത്തരത്തില് ആവശ്യമില്ലാത്ത കുറെ കാര്യങ്ങൾ കണ്ട് നമ്മളുടെ ബ്രെയിൻ സത്യം പറഞ്ഞാൽ ചീഞ്ഞഴിഞ്ഞ് പോയിക്കൊണ്ടിരിക്കുകയാണ്. ബ്രെയിൻ റോട്ടിംഗ് എന്ന് പറയുന്ന ഒരു വേർഡ് തന്നെ ഈ അടുത്ത കാലത്തായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടേം ആയിട്ട് ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അത് ഒരു ഗുണമില്ലാത്ത കണ്ടന്റ് അല്ലെങ്കിൽ നോ നറിഷ്മെന്റ് എന്നുള്ള ഈ ഓക്സ്ഫോർഡ് 2024 ബെസ്റ്റ് വേർഡ് ഓഫ് ദി ഇയർ ആയിട്ട് പരിഗണിക്കുന്നത് തന്നെ, അതായത് ഓരോ വർഷവും അവര് ഏറ്റവും കൂടുതൽ യൂട്ടിലൈസ് ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഉപയോഗം മീൻസ് ഇൻ ദ സെൻസ് നമ്മുടെ വൊക്കാബുലറിയിൽ ഉപയോഗപ്പെടുത്തുന്നു എന്നുള്ള രീതിയിൽ ഉപയോഗിച്ചിട്ടുള്ള ഒരു വേർഡായിട്ട് സെലക്ട് ചെയ്യുന്നതാണ് ഈ ബ്രെയിൻ റോട്ട് എന്നുള്ളതാണ്. അപ്പൊ നമ്മളുടെ മൈൻഡിന്, നമ്മളുടെ ബ്രെയിനിന് തന്നെ ഒരു കൊഗ്നിറ്റീവ് ഓഫ്ലോഡിങ് സംഭവിക്കുന്ന ഒരു എഫക്ട് വരുന്നുണ്ട്. ഈ കൊഗ്നിറ്റീവ് ഓഫ്ലോഡിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് അധികം ഒന്നും നമ്മുടെ മെമ്മറി ഭയങ്കര മടിയനായിട്ട് ഇങ്ങനെ മാറും. അതായത് മെമ്മറിക്ക് നമ്മൾ കപ്പാസിറ്റി എപ്പോഴും നമ്മൾ മെമ്മറിക്ക് ഇങ്ങനെ പണി കൊടുത്തുകൊണ്ടിരുന്നാൽ മാത്രമേ മെമ്മറിയുടെ കപ്പാസിറ്റി ഇൻക്രീസ് ചെയ്യുള്ളൂ. അതായത് ഓർക്കാൻ കൂടുതൽ സാഹചര്യങ്ങൾ നമ്മൾ ഉണ്ടാക്കി കൊടുക്കുമ്പോഴേ നമ്മുടെ മെമ്മറി എന്ത് ചെയ്യുന്നുള്ളൂ, കൂടുതൽ നമ്മളുടെ മെമ്മറി കപ്പാസിറ്റി ഇൻക്രീസ് ചെയ്യിക്കുന്നുള്ളൂ, ഓർമ്മിക്കാനുള്ള കപ്പാസിറ്റി ഇൻക്രീസ് ചെയ്യിപ്പിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ അവിടെ ഇന്ന് ഏറ്റവും കൂടുതൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കൊഗ്നിറ്റീവ് ഓഫ്ലോഡിംഗ് ആണ്. കാരണം അധികം ഒന്നും വേണ്ട. ഒരുപക്ഷെ നമ്മുടെ ക്ലോസ് സർക്കിളിലുള്ള ഒരു 4-5 ആൾക്കാരുടെ മൊബൈൽ നമ്പർ ചോദിച്ചാൽ പോലും പലപ്പോഴും നമുക്ക് എടുത്ത് പറയാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് പോകാം. നമ്മളുടെ തന്നെ ഒരു സെക്കൻഡറി നമ്പർ ഉണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്കത് പറയാൻ പ്രയാസം ഉണ്ടാവും. പക്ഷെ ആദ്യത്തെ കാലഘട്ടം, ഇപ്പൊ നമ്മളുടെയൊക്കെ ആ ഒരു തുടക്കം, ആ ഒരു സമയം ചിലപ്പോൾ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക, എത്ര ആൾക്കാരുടെ പേര്, എത്ര ആൾക്കാരുടെ നമ്പർ, എത്ര ആൾക്കാരുടെ ഈവൻ നമ്മളുടെ തന്നെ പല അക്കൗണ്ട് നമ്പറുകളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള പല സംഭവങ്ങളും നമുക്ക്. എന്നാൽ ഇന്ന് നമുക്ക് നമ്മളുടെ മൊബൈൽ നമ്പർ പോലും ഈ പറഞ്ഞ പോലെ ഓർക്കാൻ സാധിക്കാത്ത ഒരു അവസ്ഥയിലേക്ക് പോകുന്നു എന്നുള്ളത്. അപ്പൊ ഈ കൊഗ്നിറ്റീവ് ഓഫ്ലോഡിങ് മെമ്മറിക്ക് ഭയങ്കര ട്രിക്കി ആയിട്ടാണ് നിൽക്കുക. മൂപ്പരാൾക്ക് എവിടേക്കെങ്കിലും ഒക്കെ സാഹചര്യങ്ങൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒതുക്കി കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ, മറ്റുള്ളവരുടെ തലയിലേക്ക് ഇട്ട് കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ അതാണ് ഏറ്റവും സുഖം എന്ന് വിചാരിച്ചുകൊണ്ട് പോകുന്ന ഒരു കാലഘട്ടം. അപ്പൊ നമ്മുടെ മെമ്മറി എന്ത് ചെയ്യും, നമുക്ക് സ്ഥിരപരിചിതമായിട്ടുള്ള പല വഴികളും ഇന്ന് നമ്മൾ മറന്നുപോയി. കാരണം നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ ഗൂഗിൾ മാപ്പ് ഇട്ടിട്ടാ പോകുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ സാഹചര്യം നമ്മൾ പതുക്കെ നമ്മളുടെ മെമ്മറി നമ്മളുടെ ഗൂഗിൾ മാപ്പിനെ ഏൽപ്പിച്ചു. ഇങ്ങനെയുള്ള പല കണ്ടന്റുകളും ഇന്ന് സംഭവിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ കൊഗ്നിറ്റീവ് ഓഫ്ലോഡിംഗ് എന്നാണ് അതിന് പറയാ. അതായത് മെമ്മറിക്കുള്ള പല പരിപാടികളും വേറെ എന്തെങ്കിലും ഡിവൈസുകളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ മൂപ്പരാക്ക് അത്രയും സമാധാനമായി. അപ്പൊ അങ്ങനെയുള്ള പരിപാടികളിലേക്കൊക്കെ പോവാതിരിക്കാൻ നമ്മൾ നമ്മുടെ ബ്രെയിനെ പ്രാക്ടീസ് ചെയ്യണം. നമുക്ക് ഇത് നമ്മളുടെ മക്കൾക്കും കൂടി പ്രാക്ടീസ് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ്. നമ്മൾ ചെയ്യുമ്പോഴേ അത് നമ്മുടെ മക്കളിലേക്കും കൂടെ എത്തുള്ളൂ എന്നുള്ളതാണ്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളിലൂടെ നമ്മളുടെ ബ്രെയിനെ ബൂസ്റ്റ്
ചെയ്യുന്നതിനോടൊപ്പം നമ്മുടെ മക്കൾക്കും കൂടെ അതിനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കണം. പിന്നീട് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്ന് പറയുന്നത് ഇന്ന് ബോറിങ് എന്ന് പറയുന്നത് നമ്മുടെ മക്കൾക്ക് ഏറ്റവും കൂടുതലാണ്. കാരണം ഹൈപ്പർ കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ഒരു സൊസൈറ്റിയിലാണ് അവർ ജീവിക്കുന്നത്. അവർക്ക് എന്താണ് വിവരം ആവശ്യമുള്ളത്? അവർക്ക് വേറെ ഒരു സോഴ്സും വേണ്ട. ഈ മൊബൈൽ ഫോൺ യൂസ് ചെയ്തുകൊണ്ട് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്താൽ അവർക്ക് ആവശ്യമുള്ള വിവരം ഏത് രീതിയിൽ ഏത് അറ്റം വരെ എന്നുള്ള അവർക്ക് കണ്ടെത്താൻ പറ്റുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഹൈപ്പർ കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ഒരു സൊസൈറ്റിയിൽ ജീവിക്കുന്നത് കൊണ്ട് തന്നെ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നിന്നൊക്കെ ഒന്നും ഇങ്ങോട്ട് മാറി നിൽക്കുമ്പോഴേക്കും അവർക്ക് ബോറിങ് ഫീൽ ചെയ്യാം. പക്ഷെ ഇന്ന് പഠനങ്ങൾ പറയുന്നത് ഒരു പരിധി വരെയൊക്കെ കുട്ടികൾ ബോറടിക്കാൻ പഠിക്കട്ടെ എന്നുള്ള. നമ്മളും കൂട്ടത്തിൽ കുറച്ച് ബോറടിക്കാൻ പഠിക്കാം. കാരണം നമുക്കും ഇന്ന് ബോറടി പറ്റുന്നില്ല, ക്യൂ നിൽക്കാൻ പറ്റുന്നില്ല, കുറച്ച് സമയം കാത്തു നിൽക്കാൻ പറ്റുന്നില്ല, ഇങ്ങനെയുള്ള ഒരുപാട് വിഷയങ്ങൾ വരുന്നുണ്ട്. അപ്പൊ ബോറിംഗ് എന്ന് പറയുന്നത് പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ് ഗോൾഡൻ ഇറ അല്ലെങ്കിൽ മിറാക്കിൾ ഇയേഴ്സ് എന്ന് പറഞ്ഞുകൊണ്ട് ഐസക് ന്യൂട്ടന് അദ്ദേഹത്തിന് പ്ലേഗ് വന്ന കാലഘട്ടത്തിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ആ ഒരു സമയത്താണ് അദ്ദേഹം ഏറ്റവും കൂടുതൽ കണ്ടുപിടുത്തങ്ങൾ, കാരണം അദ്ദേഹത്തിന് പുറത്തിറങ്ങാതെ ഐസൊലേറ്റ് ചെയ്യപ്പെട്ട സിറ്റുവേഷൻ ആയിരുന്നു. അതുകൊണ്ട് തന്നെ ആ സമയത്ത് അദ്ദേഹം ഏറ്റവും കൂടുതൽ പഠനത്തിനും ഇന്നോവേഷൻസിനും വേണ്ടി കണ്ടെത്തിയ ഒരു കാലഘട്ടമായിരുന്നു എന്നുള്ള. അപ്പൊ ബോറടിക്കുമ്പോഴാണ് പല ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കണ്ടുപിടുത്തങ്ങളും സംഭവിക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ കുറച്ചൊക്കെ ബോറടിക്കുക. അപ്പൊ ഈ ബോറടിക്കുന്ന സമയത്ത് നമ്മൾ അതിനെ എങ്ങനെ ക്രിയേറ്റീവ് ആക്കി മാറ്റാൻ സാഹചര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നു എന്നുള്ള അവിടെ നമ്മളൊന്ന് കുട്ടികൾക്ക് ശ്രദ്ധിച്ച് അവർക്ക് എന്തെങ്കിലും ചെറിയ ചെറിയ ത്രെഡുകൾ അവരുടെ ക്രിയേറ്റിവിറ്റി എൻഹാൻസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ ആ ബോറിംഗ് പോലും പലപ്പോഴും അവർ വളരെ ഇന്നോവേറ്റീവ് ആയിട്ട് മാറ്റും. അതായത് ഈ ഫോണില്ലാതാവുമ്പോഴാണ് അവർക്ക് ബോറിംഗ് വരുന്നത്. അവിടെ നമുക്കൊരു പുസ്തകം അല്ലെങ്കിൽ എന്തെങ്കിലും വേറൊരു രീതിയിലേക്ക് അവരെ ചാനലൈസ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് കുറച്ച് വളരെ ചുരുങ്ങിയ കുറച്ച് കാര്യങ്ങൾ ഇതിൽ തന്നെ 90% നിങ്ങളൊക്കെ കേട്ടതും അറിഞ്ഞതുമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. എന്നാലും ഞാനൊന്ന് റിമൈൻഡ് ചെയ്യിപ്പിച്ചു എന്നേ ഉള്ളൂ. പറയുകയാണെങ്കിൽ ഇനിയും ഈ കണ്ടന്റിൽ ഈ ടോപ്പിക്കിൽ ഒരുപാട് ഡിസ്കസ് ചെയ്യാനുണ്ട്. കാരണം അത്രയും നമ്മൾ ക്രൂഷ്യൽ മൊമെന്റിലൂടെ കടന്നു പോവാണ്. ഇവിടെ നമ്മളും കൂടെ ഒരു റോൾ മോഡലായി നമ്മളുടെയും കൂടെ സ്ക്രീൻ ടൈം നമ്മൾ ഇഫക്റ്റീവ് ആക്കി ഉപയോഗിപ്പിച്ച് കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കുമ്പോൾ അവർ സ്വാഭാവികമായിട്ടും നമ്മുടെ കൂടെ വരും. തുടക്കത്തിൽ പറഞ്ഞല്ലോ, അവരെ വീഴാതിരിക്കാനല്ല നോക്കേണ്ടത്, വീണത്തിന് അവർ എഴുന്നേൽക്കുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ കാണിച്ചു കൊടുക്കേണ്ടത്. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ അവരുടെ കൂടെ നിൽക്കേണ്ടത്. നമുക്ക് എന്നാൽ നമ്മളും കൂടെ ഈ പറഞ്ഞ ഡിജിറ്റൽ വേൾഡിൽ അപ്ഡേറ്റ് ചെയ്താൽ മാത്രമേ അവരുടെ കൂടെ ഓടിയെങ്കിലും എത്താനുള്ള ഒരു കപ്പാസിറ്റി നമുക്ക് കിട്ടുള്ളൂ. അപ്പൊ ഇത്രയൊക്കെയാണ് ഈ ചുരുങ്ങിയ സമയം കൊണ്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. ഓക്കെ, എന്നാ കേട്ടിരുന്നതിന് ഒരുപാട് നന്ദി. താങ്ക് യു. താങ്ക് യു മാം. നല്ലൊരു വിഷയമായിരുന്നു. ഇന്നത്തെ കാലത്ത് വേണ്ട നല്ലൊരു വിഷയമായിരുന്നു. നമ്മൾ പല പ്രതിസന്ധികളിലൂടെയും പ്രയാസങ്ങളിലൂടെയും ഒക്കെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ കുട്ടികളെ നമ്മൾ സപ്പോർട്ട് ചെയ്തുകൊണ്ട് നമ്മുടെ ലൈഫിലെ പല പ്രയാസങ്ങളും പ്രതിസന്ധികളും ഒക്കെ അവരെ അറിഞ്ഞ് വളർത്തിക്കൊണ്ട് വരണം. നമുക്കിപ്പം ഫീഡ്ബാക്കിന്റെ ടൈമാണ്. നിങ്ങൾക്ക് ഫീഡ്ബാക്ക് പറയാം, നിങ്ങളുടെ സംശയങ്ങൾ ചോദിക്കാം. ടൈമാണ്, പറഞ്ഞോളൂ. ഗുഡ് മോർണിംഗ് മാം. നല്ലൊരു ക്ലാസ് ആയിരുന്നു. കാരണം ഞാൻ ഇത്തരം കുട്ടികളെ ഇപ്പൊ കൈകാര്യം ചെയ്യുന്നത്, കുഞ്ഞു മക്കളെ. അപ്പൊ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയുന്നത് വളരെ നല്ലത് തന്നെയാണ്. നമുക്കറിയില്ലല്ലോ, ഈ കുട്ടികൾക്ക് ഇപ്പോൾ ഉള്ള കുഞ്ഞു മക്കള് പോലും എന്തെങ്കിലും ഒരു കളിപ്പാട്ടം എടുത്ത് ഇങ്ങനെ കാതിൽ വെച്ച് അവർ സ്വന്തമായിട്ട് സംസാരിക്കുന്നു. കൂട്ടുകാരോട് നേരിട്ടല്ല, ഫോണിൽ കൂടെ അവർ സംസാരിക്കുന്നത്. അടുത്തിരിക്കുന്ന കുട്ടിയോട് അവർ സംസാരിക്കുന്നത് ഏതെങ്കിലും ഒരു കളിപ്പാട്ടം അവർ കണ്ടുപിടിച്ചിട്ട് അതിങ്ങനെ കാതിൽ വെച്ചിട്ട് ഫോണായിട്ട്, പിന്നെ ഇങ്ങനെ കയ്യിൽ വെച്ച് അതിങ്ങനെ സ്ക്രീൻ മാറ്റുന്നതൊക്കെ കാണുമ്പോൾ ഞാൻ അതിശയത്തോടെ നോക്കാറുണ്ട്. ഈ 3 വയസ്സ് തൊട്ട് 6 വയസ്സ് വരെയുള്ള കുട്ടികളാണ് എൻ്റെ അടുത്ത് വരുന്നത്. ഈ കൊച്ചു കുഞ്ഞുങ്ങൾ വരെ അവരുടെ ലോകം ഈ ഫോണിലും അതിലും പിന്നെ എടുത്തു വെച്ചിട്ട് ഈ ബോർഡൊക്കെ എടുത്തു വെച്ചിട്ട് അവർ കമ്പ്യൂട്ടറായിട്ട്, നമ്മുടെ അവിടെ കമ്പ്യൂട്ടർ ഉണ്ട്, അവിടെ കൊണ്ടുപോയാൽ എനിക്ക് അധികം ഒന്നും പറഞ്ഞു കൊടുക്കണ്ട, അല്ലാതെ തന്നെ അവരതില് പിക്ചർ എടുക്കുകയും അതിൽ കളർ കൊടുക്കുകയൊക്കെ ചെയ്യുന്നത് എന്താ അവിടെയെന്നാ ഞാൻ നോക്കുന്നത്. അപ്പൊ മാമിന്റെ ക്ലാസ് എനിക്ക് ഒരുപാട് ഉപകാരമായി. പിന്നെ എന്റെ കൊച്ചുമോനുണ്ട്, 5 വയസ്സായേ ഉള്ളൂ. കുറച്ചു നേരം കളിച്ചിട്ട് വന്ന് പറയും, എനിക്ക് ബോറടിച്ചിട്ട് വയ്യ അമ്മമ്മേ, എനിക്ക് ബോറടി. അപ്പൊ ഞാൻ വിചാരിക്കും, ഈ കുഞ്ഞു മക്കൾക്ക് എന്തോന്ന് ബോറടി, എന്താ ഇത്രയ്ക്ക് ബോറടിക്കായിരിക്കുന്നു. സത്യം പറഞ്ഞാൽ ശരിയാ, ഇന്ന് അവർക്ക് 1 മിനിറ്റ് അടങ്ങിയിരിക്കാൻ പറ്റില്ല. ഒരു കഥ പറഞ്ഞു കൊടുത്താൽ കുറച്ച് കഴിയുമ്പോൾ പറയും, ഈ കഥ വേണ്ട, വേറെ പറ. അല്ലെങ്കിൽ അവന് ആ സ്ക്രീനിലുള്ള കാണിച്ചു കൊടുക്കുക. പണ്ടത്തെ കഥ വേണ്ട, ഇപ്പോഴത്തെ കഥ പറ. ഇപ്പോഴത്തെ കഥകളാണ് അവർക്ക് ഇഷ്ടം. പണ്ട് കാക്കയും പൂച്ച, അത് പണ്ടത്തെ കഥ വേണ്ട, ഇപ്പൊ നടക്കുന്ന കഥ പറ. അപ്പൊ മാമിന്റെ ക്ലാസ് എനിക്ക് ഒരുപാട് ഉപകാരമായി. താങ്ക് യു മാം. താങ്ക് യു. താങ്ക് യു. താങ്ക് യു.
അടുത്ത ആള് പറഞ്ഞോളൂ. മാജിക് മോർണിംഗ് മാം. ഈ ഒരു കാലഘട്ടത്തിൽ ഈ കുട്ടികളോടൊപ്പം പോവുക, അവരെ മാനേജ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ ഒരു ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യം തന്നെയാണ് മാം. ഇതിനൊരു ക്ലാസ് ശരിക്കും പറഞ്ഞാല് മിക്കപ്പോഴും കിട്ടുന്നില്ല, ആ സമയത്ത് നമുക്ക് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. കുറെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റി. നല്ലൊരു ക്ലാസ് ആയിരുന്നു മാം, നല്ലൊരു സെക്ഷൻ ആയിരുന്നു, നല്ലൊരു ടോപ്പിക് ആയിരുന്നു. താങ്ക് യു. മാജിക് മോർണിംഗ് ഇന്നത്തെ കാലഘട്ടത്തിൽ വളരെ അനുയോജ്യമായ ക്ലാസ് തന്നെയായിരുന്നു. വളരെ നല്ല സിമ്പിൾ ആയിട്ട് എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിൽ തന്നെ ഞാൻ പറഞ്ഞു തന്നു. കാരണം ഞാനൊരു പേരന്റ് ആണ്. ഒരു 7 വയസ്സുള്ള ഒരു മോളുണ്ട്, 5 വയസ്സുള്ള ഒരു മോനുണ്ട്, ഒരു 6 month ഉള്ള ഒരു മോനും കൂടി ഉണ്ടായിട്ടുണ്ട്. അപ്പൊ നമുക്കൊക്കെ ഏറെ ഉപകാരപ്പെടുന്ന ഒരു ക്ലാസ്സാണ്. താങ്ക് യു. മാജിക് മോർണിംഗ് ഇന്ന് നല്ലൊരു ടോപ്പിക് ആയിരുന്നു. മാജിക് മോർണിംഗ്. കുട്ടികളെ ഇപ്പോ കാരണം മൊബൈലിൽ അഡിക്റ്റ് ആയി കിടക്കുന്ന ഒരു കാലഘട്ടമാണ്. കാരണം അവർക്ക് അതില്ലെങ്കിൽ ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണ്. അപ്പൊ അതിനൊക്കെ നല്ലൊരു പേരൻസ് നല്ലൊരു ക്ലാസ് കിട്ടി, ഇന്നത്തെ ദിവസം കിട്ടി. അത് കുറച്ച് വഴുകി ഏറ്റവും മുമ്പ് ഇപ്പൊ നമ്മൾ ഒരുപാട് അയൽവട്ടത്തൊക്കെ സംഭവിച്ചിട്ടുണ്ട്, മരണം പോലും സംഭവിച്ചിട്ടുണ്ട്. മൊബൈൽ കൊടുക്കാതെ സ്വന്തമായി ആത്മഹത്യ ചെയ്യുന്ന അവസ്ഥയിലേക്ക് എത്തിയിരുന്നു. ഇതൊക്കെ ഒരു മാതാപിതാക്കൾ കിട്ടേണ്ട ഒരു അവയർനെസ് ആണ് ഇപ്പൊ ഇത്. കാരണം അവരെങ്ങനെ ചെയ്യണം, അവരെ എത്ര ഇതിൽ കൈകാര്യം ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഇന്നത്തെ ക്ലാസ്സിലൂടെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഉദാഹരണ സഹിതമാണ് ക്ലാസ് നന്നായിട്ടുണ്ട്. താങ്ക് യു. ഇനിയും ഇതുപോലെ ക്ലാസ് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു. തീർച്ചയായും തീർച്ചയായും. അടുത്ത ആള് പറഞ്ഞോളൂ. മണി സാർ. മാജിക് മോർണിംഗ്. പറഞ്ഞോളൂ സാർ. ഞാനും ഈ ഒരു കാലഘട്ടത്തിൽ ഇന്ന് ഈ ഡിജിറ്റൽ എന്ന് പറഞ്ഞില്ലേ, ഇതിന്റെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. ഞങ്ങൾ ഗ്രാൻഡ് പാരന്റ് ആണ്. ഞങ്ങളുടെ ഗ്രാൻഡ് ചിൽഡ്രൻസിനെ ഞാൻ എൻ്റെ കൂടെ ഞങ്ങളൊരു എന്താ പറയുക ബേബി സിറ്റിംഗ് പോലെയാണ് ഇരിക്കണം അവളുടെ കൂടെ. അപ്പൊ 11 വയസ്സ് തൊട്ടിട്ട് 4 വയസ്സുള്ളവർക്ക് 3 കുട്ടികളുണ്ട്. ഇവർക്ക് ഇത് തന്നെയാണ് അവർക്ക് ഈ ടി വിയിൽ നിന്നും അവരുടെ മൊബൈലിൽ നിന്നുള്ള അവരുടേതായിട്ടുള്ള ചാനൽ കാണാൻ മാത്രമാണ് അവർക്ക് ഇഷ്ടം. ഇപ്പൊ IPL മാച്ച് നടക്കുന്നുണ്ട്, ക്രിക്കറ്റ് മാച്ച് 7:30 രാത്രി അത് തുടങ്ങും. അതിന് എനിക്ക് അവരോട് റിക്വസ്റ്റ് ചെയ്യേണ്ടി വരും. അപ്പൊ അവര് പറഞ്ഞ കാലത്ത് മുതൽ അപ്പച്ചി ഇത് കാണാൻ പാടില്ല, 7:30 ഞങ്ങൾ വിട്ടുതരാം, ആ കണ്ടീഷനാണ്. അപ്പൊ ഐ ഷുഡ് നോട്ട് ഇന്റർഫിയർ. മോർണിംഗിൽ ഒന്നേക്ക് ന്യൂസ് കേൾക്കാൻ ഒന്നും പറ്റില്ല, കാലത്ത് കേൾക്കും. അത് കഴിഞ്ഞാൽ പിന്നെ അവര് എനിക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ ഇറ്റ് ഈസ് ദയർ പ്രോപ്പർട്ടിയാണ്. അപ്പൊ അത് നമുക്ക് ഏത് കാര്യത്തിനും ഈ പറഞ്ഞ പോലെ നമുക്ക് വിചാരിക്കുമ്പോഴേക്കും സാധനം കിട്ടുന്നുണ്ട്. എന്റെ കൊച്ചുമോള് ഒറ്റയ്ക്ക് 2-3 ദിവസം അവരുണ്ടായിട്ടില്ല, പാരന്റ്സിനായിരുന്നു. മോളും മരുമോനൊക്കെ നാട്ടിൽ പോയിരിക്കുകയായിരുന്നു. അപ്പൊ ഇവിടെ നിന്ന് വിളിച്ചു പറഞ്ഞു വരുന്ന സമയത്ത് എനിക്ക് ഒരു ടോയ് പപ്പി വേണം, പിങ്ക് കളറുള്ള ടോയ് പപ്പി. അവര് അവിടെ 2 ദിവസത്തേക്ക് ഉണ്ടായിരുന്നുള്ള ഒരു ബിസിയായിരുന്നു, മേടിക്കാൻ പറ്റിയില്ല. തിരിച്ചു വരുമ്പോ അവര് വഴിയിൽ വെച്ചിട്ട് തന്നെ അത് ഓർഡർ ചെയ്തു. അവരെത്രയും മുമ്പ് ഈ ടോയ് പപ്പി വീട്ടിലെത്തി. അതാണ് ഇപ്പൊ ഓർഡർ ചെയ്ത് കഴിഞ്ഞ് ഇമ്മീഡിയറ്റ്ലി നമുക്ക് സാധനം കയ്യിൽ കിട്ടുന്നുണ്ട്. മനസ്സിൽ വിചാരിക്കുമ്പോഴേക്കും സാധനം കയ്യിൽ എത്തിക്കഴിഞ്ഞു. നമ്മുടെ സമയത്തൊക്കെ നമ്മൾ പോകണമെന്നൊക്കെ. ഇപ്പൊ ഇവർക്ക് സമ്മർ ക്ലാസ് ഉണ്ട്. സമ്മർ ക്ലാസ്സിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് ഞാൻ പറഞ്ഞു ജസ്റ്റ് ഒരു 1 കിലോമീറ്റർ 1.5 കിലോമീറ്റേഴ്സ് ഉണ്ട്, നടത്തി കൊണ്ടുപോകും കുട്ടികളെ. ഈ പാരന്റ്സ് സമ്മതിക്കണില്ല. ഈ എത്രയോ 1.5 കിലോമീറ്റർ ഈ വെയിലത്ത് നടക്കുന്നതിനാണ്, കാറിൽ പോയാൽ മതി. അപ്പൊ ഞാൻ ഒരു ദിവസം അവരെ നിർബന്ധിച്ച് പിള്ളേരെ കൊണ്ടുപോയി നടന്നിച്ചോ. അവര് പറഞ്ഞു ഇത്രയും നടക്കണ്ടേ, വെയിലത്ത് നടക്കണ്ടേ. ആ കുട്ടികളെ നമ്മൾ വളർന്നു വന്നിട്ടുള്ള ആ കാലഘട്ടം ഇപ്പോഴായിട്ട് ഫാർ ഡിഫറെന്റ് ആണ്. അപ്പൊ അധികം ഇന്റർഫിയർ ചെയ്യാൻ പറ്റുന്നില്ല എനിക്കൊന്നും. കാരണം നമ്മളത് പറയുന്ന സമയത്ത് നമ്മൾ ഔട്ട്ഡേറ്റഡ് ആയി പോകും. മാഡം താങ്ക് യു വെരി മച്ച്. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. താങ്ക് യു സർ.
മാജിക് മോർണിംഗ് പറഞ്ഞു. മാം, നല്ലൊരു സെഷൻ ആയിരുന്നു. നല്ല ഒഴുക്കോട് പോയിട്ട് ഫ്ലൂവൻ്റ് ആയിട്ട് പറഞ്ഞു തീർത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇന്ന് കിട്ടിയത് നമ്മളുടെ ഒരു ശരിയായ ഒരു പാരന്റിങ്ങിലേക്ക് എത്തുക എന്നുള്ള, കുട്ടികളെ കാര്യങ്ങൾ ശരിക്കും മനസ്സിലാക്കാൻ പറ്റി. അപ്പൊ അവർക്ക് ഇപ്പൊ അതിന് തക്കതായിട്ടുള്ള നിർദ്ദേശങ്ങളും അതുപോലെ തന്നെ അവസരങ്ങളും സൃഷ്ടിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഈ കുട്ടികൾ എങ്ങനെയുള്ളവരാണ്, അവർക്ക് ക്വാളിറ്റി ടൈം എങ്ങനെ അവർക്ക് കൊടുക്കാൻ പറ്റും, അതുപോലെ തന്നെ അവർ ഉപയോഗിക്കുന്ന കാര്യങ്ങളിൽ എത്രത്തോളം ഇതുണ്ട് ഒരു ശ്രദ്ധ നമ്മൾ വേണം. അവർക്ക് അനുകൂലമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് കൊടുക്കാൻ പറ്റണം എന്നുള്ളതാണ്. അപ്പൊ അവരെ പോകുന്ന വഴിയിൽ കുറെ കാര്യങ്ങൾ മാം പറഞ്ഞതുപോലെ ക്ഷമയില്ലാത്തവരായിട്ട് മുട്ടൈന്റെ കാര്യമൊക്കെ എക്സാമ്പിൾ പറഞ്ഞത് നന്നായി. അപ്പോൾ ക്ഷമയില്ലാതെ ഒരു ക്യൂവിൽ നിൽക്കാനൊന്നും അല്ല, എന്തും ചോദിച്ചാൽ അപ്പം കിട്ടും, ഒരു വിരൽത്തുമ്പിൽ ഭക്ഷണം വരെ കിട്ടും എന്നുള്ളത് അവർക്ക് അറിയാം. അപ്പൊ എന്തിനും ഒരു ക്ഷമയില്ല, അപ്പൊ ചോദിച്ചതെല്ലാം കിട്ടും. അപ്പൊ ഇതിന്നൊക്കെ നമ്മളൊരു അവരെ ഒന്ന് നല്ല സിറ്റിസൺ ആയിട്ട് വളർത്താനുള്ള കാര്യങ്ങളിലേക്ക് ശ്രദ്ധ കൊടുക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു ക്ലാസ്സാണ് ഉണ്ടായത്. നല്ലൊരു പാരന്റിങ്ങിനുള്ള ഒരു വഴികളാണെന്ന് പറഞ്ഞ ഒരുപാട് നല്ല എക്സാമ്പിളോട് കൂടിയിട്ട് അവരെ ക്ഷമയോട് കൂടിയിട്ട് വളർത്താനും നല്ല സപ്പോർട്ട് കൊടുക്കാനും അവരെ നല്ല ഒരു അനുഗ്രഹീതരായിട്ടുള്ള ആൾക്കാരായിട്ട് മാറ്റാനും മറ്റുള്ള സമൂഹത്തിലെ നല്ല നല്ല കാര്യങ്ങൾ അവരിലേക്ക് എത്തിക്കാനും നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. അപ്പൊ ഇന്നത്തെ കാര്യത്തിൽ അവര് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങള് ബ്രെയിന് ചുരുങ്ങി പോകുന്ന, മെമ്മറി ലോസ് ഉണ്ടാകുന്ന കാര്യം കൂടി വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പൊ ഏതായാലും നല്ല ഉപകാരപ്പെട്ട ക്ലാസ് ആയിരുന്നു മാം. താങ്ക് യു വെരി മച്ച്. താങ്ക് യു സർ. താങ്ക് യു. അടുത്ത ആള് പറഞ്ഞു. ആരും പറയാനില്ലെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ. ക്ഷമ തീരെ ഇല്ലാത്തവരാണ് ഇന്നത്തെ ജനറേഷൻ. പല രീതിയിലുള്ള പ്രതിസന്ധികളിലൂടെ, പ്രയാസങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് നമ്മൾ. ഡിജിറ്റലായി പേരൻസും കുറെ മെച്ചേർഡ് ആയിക്കൊണ്ട് കുട്ടികളുടെ കോൺഫിഡൻസ് വർദ്ധിപ്പിച്ച് സെൽഫ് എസ്റ്റീം ബിൽഡപ്പ് ചെയ്ത് സെൽഫ് അവയർനെസ് അവരിൽ ഉണ്ടാക്കി അടിയും ഭീഷണിയും ഇല്ലാതെ അവരെ നന്നായി ശ്രദ്ധിച്ച് പരിഗണിച്ച് നല്ല കമ്മ്യൂണിക്കേഷൻ ഉണ്ടാക്കി സമൂഹത്തിനും നമുക്കും ഉപകാരമുള്ള മക്കളായിട്ട് വളർത്താം. ആധുനിക സാങ്കേതിക വിദ്യയുമായി ഇഴുകിച്ചേർന്ന് ജീവിക്കുന്ന കുട്ടികളുടെ പേരന്റിങ്ങിനെ കുറിച്ച് ഈ സെഷനിലൂടെ നല്ലൊരു അറിവ് നമുക്ക് നൽകിയ ഹസ്ന മാമിന് നന്ദി രേഖപ്പെടുത്തുന്നതിനൊപ്പം പങ്കെടുത്ത എല്ലാ മെമ്പേഴ്സിനും നന്ദി പറഞ്ഞുകൊണ്ട് ഈ സെഷൻ വൈൻഡപ്പ് ചെയ്യുന്നു. താങ്ക് യു ഹസ്ന മാം. താങ്ക് യു ഓൾ. Thank you. Thank you. Thank you so much. Thank you, ma'am. Thank you, everybody. Thank you. Bye bye. Okay, see you later.